ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കബ്സയുടെ റെസിപ്പിയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി പോയാൽ പിന്നെ ഇതിന് ഫാനാകും, അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മണം കൊണ്ടും രുചി കൊണ്ടും ഉഗ്രനായിട്ടുള്ള ഈ ഒരു റെസിപ്പി പ്ലീസ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നമുക്ക് കബ്സ തയ്യാറാക്കിയെടുക്കാനായി 1 കിലോ അളവിൽ ഗോൾഡൻ സെല്ല റൈസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരി 3-4 വെള്ളം നന്നായി കഴുകി അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നീടായി 1 കിലോ അളവിൽ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി അതും മാറ്റി വെക്കാം. ഇനി ഒന്ന് നമ്മുടെ കബ്സയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കബ്സ മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 8 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, 2 കറുവപ്പട്ട, 1 ബേ ലീഫ് ഇവ നന്നായി ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റിവെക്കും. പിന്നെ നമുക്ക് വേണ്ടതാണ് 5 വലിയ സവാള സ്ലൈസായി അരിഞ്ഞത്, 4 പഴുത്ത തക്കാളിയുടെ പേസ്റ്റ്, 1 മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ 12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകുതി ഇഞ്ചി ഇവ നന്നായി പേസ്റ്റ് ആക്കി മാറ്റിവെക്കും. കൂടെ തന്നെ 1 പിടി മല്ലിയില, അതിന് പകുതി പുതിനയില അരിഞ്ഞത് ഇവയും ചേർത്ത് വയ്ക്കും. ഇതെല്ലാം ആയ ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 250 ml സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സവാളയുടെ ആവശ്യത്തിനാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് സവാള ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. 10 മിനിറ്റോളം സവാള നന്നായി ഒന്ന് വഴന്ന ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ക്ലിപ്പ് എൻ്റെ ഒന്ന് മിസ്സായി പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് കാണിക്കുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ്, 1 ഉണക്ക നാരങ്ങ, 3 സ്പൂൺ നമ്മുടെ കബ്സ മസാല ഇവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കബ്സ മസാല നമുക്ക് പിന്നീടത്തേക്ക് മാറ്റി വെച്ചേക്കണം കേട്ടോ, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത് ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് 2 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ടൊമാറ്റോ കെച്ചപ്പിനേക്കാളും ടൊമാറ്റോ സോസ് ആണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഇരട്ടി അളവിൽ ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇറച്ചി വേവിക്കാം. എപ്പോഴും ഗോൾഡൻ സെല്ല റൈസ് എടുക്കുമ്പോൾ ഇരട്ടിയും പിന്നെ ഒരു 250 ml വെള്ളം കൂടി നമുക്ക് ആവശ്യമാകാറുണ്ട്. ബാക്കി വെള്ളം നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പതാ ഞാൻ ഉപ്പൊക്കെ നോക്കി, അപ്പൊ കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉപ്പും കൂടി ചേർത്ത് പിന്നെ അതിന്റെ കൂടെ ഞാൻ 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റോളം തന്നെ നമ്മുടെ ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കനെ ഓരോന്നായി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി നമ്മൾ ആദ്യം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുത്ത ശേഷം പിന്നീട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ അവിടെ ഇരുന്ന് നന്നായി വേവട്ടെ. ഈ സമയം നമുക്ക് നമ്മുടെ കോരി മാറ്റി വെച്ച ചിക്കനിൽ മസാലയൊക്കെ തേച്ച് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കബ്സ മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി ഇവ കൂടി ചേർത്ത് ചിക്കനിൽ നന്നായി പിടിപ്പിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഓരോ ചിക്കൻ്റെ പീസുകളായി അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചുമിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം.
അപ്പോഴേക്കും നമ്മുടെ ചോറെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് എല്ലാം ചോറിന്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കുറച്ച് മല്ലിയില, പുതിനയില ഇവ കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ലാസ്റ്റായി വേവിച്ചെടുക്കാം. അപ്പോഴിത് വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. ചോറെല്ലാം നന്നായി വെന്ത് ഒന്നും ഉടയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു കബ്സയാണിത്. നിങ്ങൾ ഉറപ്പായി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.